ആശാച്ചി ഇപ്പോൾ ഞാൻ വരാൻ രാഹുൽ ഒരു മിനിറ്റ്. ആശാച്ചി, ഇപ്പോൾ നിങ്ങൾ ഇനി ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെ ബന്ധപ്പെടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ബന്ധപ്പെടേണ്ട എന്നുള്ള കാര്യമാണോ അറിയിച്ചിരിക്കുന്നത്? കാരണം അദ്ദേഹം പറയുന്നു വകുപ്പ് ഇപ്പോൾ കസ്റ്റോഡിയനല്ല, SPIOയ്ക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു, ഇനി ഇൻഫർമേഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഉപാധികളോടെ റിലീസ് ചെയ്യാം. അപ്പോൾ അവിടെയാണ് തീരുമാനമെടുക്കേണ്ടത്. ഇനി കോടതി ഇടപെടലടക്കം തീരുമാനമെടുക്കേണ്ടത് SPIO ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി സജി ചെറിയാനെ ഈ വിഷയത്തിൽ ബന്ധപ്പെടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്? ഞങ്ങൾ അങ്ങനെ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. ഈ റിപ്പോർട്ട് വരുന്നത് വരെ മാത്രമല്ല, സിനിമാ മേഖലയിലും മറ്റെല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് നന്നായി കൃത്യമായി പണിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ ഇപ്പൊ ശ്രീമതി അജിത പറഞ്ഞതുപോലെ ഇത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ആ ഉദ്യമം വളരെ സ്ട്രോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. അത് സജി ചെറിയാൻ ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇൻഫർമേഷൻ ഓഫീസർ ആയിക്കോട്ടെ, വേറെ ആരും ആയിക്കോട്ടെ, ഞങ്ങൾ ആരെയും അപ്രോച്ച് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഞങ്ങളുടെ ഉദ്ദേശം ഒറ്റ സിംഗിൾ ഉദ്ദേശമാണ്, സിനിമ മേഖലയിലെ സ്ത്രീകൾക്ക് ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഈക്വൽ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നാളെ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന രഞ്ജിനിയുടെ ഹർജിയിൽ അനുകൂലമായ തീരുമാനമുണ്ടായാൽ WCC അംഗത്തിന്റെ തീരുമാനത്തിനെതിരെ WCC തന്നെ ഇനി മേൽക്കോടതിയിലേക്ക് പോകുമോ? അതൊക്കെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളല്ലേ സ്മൃതി. നമുക്കിപ്പോൾ എങ്ങനെയാ പറയാൻ പറ്റുക? നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട്, പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വന്നില്ലെങ്കിൽ നമ്മൾ അപ്പോൾ തീരുമാനം എടുക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്താണ്